നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. സാംസങ്ങിൻ്റെ എഫ് സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ സാംസങ് F23 5G എന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സും ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ പ്രൈസ് റേഞ്ചുമാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഹൈലൈറ്റ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫ്ലിപ്കാർട്ടിലെ കറണ്ട് പ്രൈസിംഗ് എന്ന് പറയുന്നത് 15,999 രൂപയാണ്. ഇതുകൂടാതെ ഒരു 1000 രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ICICI ക്രെഡിറ്റ് കാർഡ് ഓണേഴ്സിനും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരുന്ന ഫീച്ചേഴ്സ് വളരെ മികച്ചതാണ്. ഇതിലൊരു Snapdragon 750G പ്രോസസ്സറാണ് വരുന്നത്. അതായത് മിഡ് റേഞ്ച് ഹാൻഡ്സെറ്റുകളിൽ വരുന്ന ഒരു ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ സാംസങ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 120 Hz ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു 50 MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും പിന്നെ 5000 mAh ബാറ്ററിയുമാണ് ഈ ഒരു ഡിവൈസിൽ സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ല മികച്ച പെർഫോമൻസും മികച്ച ഫീച്ചേഴ്സും നൽകുന്ന ഒരു ഫോണാണ്. എന്തായാലും നമുക്ക് ഫോണിൻ്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഗാലക്സി F23 വന്ന ബോക്സ് പാക്ക്. ഫ്രണ്ടിലായിട്ട് ഫോണിൻ്റെ ഒരു ഇമേജ് നൽകിയിട്ടുണ്ട്. മുകളിൽ പേരും താഴെ സാംസങ് ബ്രാൻഡിങ്ങും ആണുള്ളത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ മുകളിൽ ഹൈലൈറ്റ്സ് എഴുതിയിട്ടുണ്ട്. 16.72 cm ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റുള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. Snapdragon 7 സീരീസ് പ്രോസസ്സറാണ് ഇതിൽ റൺ ചെയ്യുന്നത്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഫസ്റ്റ് യൂസേജ് വിത്ത് ഇന്ത്യ സിം കാർഡ് ഉള്ളി എന്നാണ്. ഇന്ത്യയിൽ സെയിലിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഡിവൈസാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ സിം കാർഡ് ഇട്ട് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം കൊണ്ടുപോകുക. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ട്രാവൽ അഡാപ്റ്റർ സോൾഡ് സെപ്പറേറ്റ്ലി എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിനകത്ത് ഫാസ്റ്റ് ചാർജറോ അല്ലെങ്കിൽ നോർമൽ ചാർജറോ ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതുണ്ട്. പിന്നെ ഈ ബോക്സിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മോഡൽ എഴുതിയിരിക്കുന്നത്. 128 GB 6 GB റാമുള്ള വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അക്വ ബ്ലൂ കളർ വേരിയൻ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോക്സിനുള്ളിൽ സാംസങ്ങിൻ്റെ വേറൊരു ചെറിയ ബോക്സ് ഉണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലൊരു വൈറ്റ് കളർ ടൈപ്പ് C കേബിളാണ് വന്നേക്കുന്നത്. പിന്നെ ഉള്ളതൊരു റീജിയണൽ ലോഗ് ഗൈഡും പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ആണുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഒരു സിം ഇജക്ടറും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ആണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. നമുക്ക് ഈ കവർ പീൽ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് മാറ്റിയേക്കാം. എന്നിട്ട് നമ്മുടെ ഡിവൈസ് ബൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിവൈസ് ബൂട്ടാകട്ടെ. അപ്പോൾ നമുക്ക് ഈ ഫോണൊന്ന് മൊത്തത്തിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നേക്കുന്നത്. ബാക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു മെറ്റീരിയലാണ്. ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറ ബമ്പ് വന്നിട്ടുണ്ട്. അത് ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള കർവ് പോലെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം, ഫ്ലാഷ് കാണാം. റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സ് ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. സൈഡ് ഫിംഗർ പ്രിൻറ്റ് മൗണ്ടഡ് ആയിട്ടുള്ളൊരു ഫോണാണിത്. മുകളിൽ നോക്കുകയാണെങ്കിൽ മൈക്ക് ഹോൾ കാണാം. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. നമുക്ക് സിം കാർഡ് ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ ഒരു മൈക്രോ SD സ്ലോട്ടും 2 നാനോ സിം സ്ലോട്ടുമാണുള്ളത്. ഇത് ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ്, ഹൈബ്രിഡ് സ്ലോട്ട് അല്ല. പിന്നെ നമ്മുടെ ഡിവൈസിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ഒരു മൈക്രോഫോൺ ഹോൾ കാണാം. പിന്നെ ഒരു ടൈപ്പ് C പോർട്ട് ഉണ്ട്. ഇവിടെയാണ് സ്പീക്കർ ഗ്രില്ല് വരുന്നത്. മാർക്കറ്റിലുണ്ടായിരുന്ന ഗാലക്സി F22ൻ്റെ സക്സസറാണ് ഈ F23 എന്ന് പറയുന്ന മോഡൽ. പഴയ ഡിവൈസായി കമ്പയർ ചെയ്യുമ്പം മെച്ചപ്പെട്ട സ്ക്രീൻ ക്വാളിറ്റി, സ്ക്രീൻ റെസൊല്യൂഷൻ, പിന്നെ കുറേ കൂടെ വേഗതയേറിയ ചിപ്സെറ്റ്, ഇവയൊക്കെയാണ് ഇതിൽ വന്നേക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കുമാണ് വന്നേക്കുന്നത്. ഒരു മാറ്റ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കാണാനും ഇൻഹാൻഡ് ഫീലും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സൈഡ് മൗണ്ടഡ് ആണ്. ഇതിൽ നമുക്ക് 1 TB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കാം. സാംസങ് ഗാലക്സി F23യുടെ ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. ഇതിലൊരു 6.6 ഇഞ്ച് ഫുൾ HD+ ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണുള്ളത്. IPS LCD സ്ക്രീനാണ്. 120 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത്. 1080x2408 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വരുന്നത്. 82.3% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഈ ഒരു ഡിസ്പ്ലേയുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. പിന്നെ ഇതിലെ പിക്സൽ ഡെൻസിറ്റി 400 ppi ആണ്. ഇനി ഈ ഡിവൈസിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ Snapdragon 750G 8 nm പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഒക്ടാ കോർ ചിപ്സെറ്റാണ്. ഇതിൽ കൈറോ 570 കോഴ്സ് ആണുള്ളത്. 2 2.2 GHz സ്കോറും പിന്നെ 6 1.8 GHz സ്കോറുമാണുള്ളത്. പിന്നെ അഡ്രീനോ 619 ആണ് GPU വരുന്നത്. ഈ ഒരു ഡിവൈസിൽ LPDDR4X റാമാണുള്ളത്. നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് ഈ ഡിവൈസ് കാഴ്ചവെക്കുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലെ റിയർ ക്യാമറ ഒരു ട്രിപ്പിൾ ക്യാം സെറ്റപ്പാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് 8 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. അപ്പർച്ചർ 2.2 ആണ് വാല്യൂ വരുന്നത്. 123 ഡിഗ്രിയാണ് ഈ ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. പിന്നെ ഉള്ളത് 50 MP മെയിൻ ക്യാമറയാണ്. ഇതിൽ അപ്പർച്ചർ 1.8 ആണ് വരുന്നത്.
ഇത് കൂടാതെ ഒരു 2 മെഗാ മാക്രോ ക്യാമറയും കൂടി ഉണ്ട്. അപ്പർച്ചർ 2.4 ആണ് ഇതിന് വാല്യൂ വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാം നോക്കുകയാണെങ്കിൽ ഒരു 8 മെഗാ സെൻസറാണ്. അപ്പർച്ചർ വരുന്നത് 2.2 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 4K at 30 FPS വരെയാണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സൂപ്പർ സ്ലോ മോഷൻ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ടൈം ലാപ്സ്, ഹൈപ്പർ ലാപ്സ് അങ്ങനെയുള്ള നോർമലായിട്ട് വരുന്ന എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ഈ ക്യാമറയിൽ വന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫൺ എന്നൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇത് സ്നാപ്ചാറ്റ് ഫിൽറ്റേഴ്സ് സ്റ്റോക്ക് ആപ്പിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് സ്നാപ്ചാറ്റ് യൂസേഴ്സിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ ഫിൽറ്റേഴ്സ് ഇട്ട് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ക്വാളിറ്റി കിട്ടുന്നില്ല എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഇൻ്റഗ്രേഷൻ കൊണ്ട് ബെറ്റർ ക്വാളിറ്റി ഉറപ്പാക്കാൻ സാധ്യമാവും. പിന്നെ ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ആഡ് ചെയ്തിട്ടില്ല. സ്നാപ്ചാറ്റ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് ഈ ഡിവൈസിൽ വരുന്നത്. അപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, എന്നിട്ടും ഫണ്ട് സെക്ഷൻ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്യാമറയിൽ എടുത്ത കുറച്ച് സാമ്പിൾസ് കാണാം. നോർമൽ മോഡിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ സൂപ്പർ സ്റ്റഡി ഓണാക്കി സ്പീഡിൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രെയിം ഡ്രോപ്പ് പോലെ അനുഭവപ്പെടുന്നുണ്ട്. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഫിക്സ് ആവുമെന്ന് വിശ്വസിക്കാം. അടുത്തതായി നമുക്ക് ബാറ്ററി നോക്കാം. ഇതിനകത്തൊരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. F22 അപേക്ഷിച്ച് ഒരു 1000 mAh കുറവുണ്ട്. നേരത്തേതിൽ കുറേ കൂടെ ബെറ്റർ ബാറ്ററി ഉണ്ടായിരുന്നു. ഇതിലൊരു 25 watts ചാർജിങ് സപ്പോർട്ടാണ് സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് സാംസങ്ങിൻ്റെ ഒരു നോൺ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ചാർജർ ഇല്ലാതെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത് കുറേയധികം പേർക്ക് വിഷമം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഇതിനിപ്പോൾ അങ്ങോട്ട് വരാൻ പോകുന്ന ട്രെൻഡുമാണ്. നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാ ഡിവൈസിലും കണ്ടുവരുന്നതാണ് ബോക്സിൽ ചാർജർ ഇല്ലാതെ വരിക എന്നുള്ളൊരു പ്രവണത. ഇത് നമ്മുടെ ഹെഡ്ഫോൺ പോർട്ട് പോയ പോലെ തന്നെയാണ്. നമ്മൾ പതിയെ അതിലേക്ക് അഡാപ്റ്റായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കാം. ഈ ഒരു ഡിവൈസിൽ ആൻഡ്രോയിഡ് 12 വെർഷനാണ് റൺ ചെയ്യുന്നത്. One UI വെർഷൻ 4.1 ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ വെർഷൻ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ കുറച്ചധികം ബ്ലോട്ട്വെയർസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വന്നത്. വേണ്ടാത്തവർക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന രീതിയിലാണ് ബ്ലോട്ട്വെയർസ് വന്നിട്ടുള്ളത്. പിന്നെ One UIയെ പറ്റി ഓവറോൾ എനിക്ക് നല്ല അഭിപ്രായമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു UI ആണ് One UI. യൂസ് ചെയ്യാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ കുറേയധികം ഫീച്ചേഴ്സ് ബെനിഫിറ്റ്സ് ആയിട്ട് ഈ ഒരു ഡിവൈസിൽ ലഭിക്കും. അതിൽ എടുത്തു പറയേണ്ടത് NFC സപ്പോർട്ടോട് കൂടിയ സാംസങ് പേ ആണ്. അതായത് നമുക്ക് POS ടെർമിനലിൽ പോയി കാർഡ് എടുക്കാൻ മറന്നുപോയാൽ, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എടുക്കാൻ മറന്നുപോയാൽ തന്നെ സാംസങ് പേ ആപ്പ് ഉപയോഗിച്ച് നമുക്കത് പേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫോൺ വെച്ച് ടാപ്പ് ടു പേ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ സാംസങ് നോക്സ്, സാംസങ് സെക്യൂർ ഫോൾഡർ അങ്ങനെയൊക്കെയുള്ള കുറേ സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സും ഈ ഡിവൈസിൽ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ വേരിയൻറ്റും പ്രൈസിങ്ങും നോക്കാം. അപ്പോൾ 128GB ഇൻറ്റേർണൽ മെമ്മറിയും 4GB റാമും വരുന്ന മോഡലിന് 15,999 രൂപയാണ് വില. പിന്നെ 128GB ഇൻറ്റേർണൽ മെമ്മറിയും 6GB റാമുള്ള വേരിയൻറ്റിൻ്റെ പ്രൈസിങ് 16,999 രൂപയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സാംസങ് ഗാലക്സി F23 5Gയുടെ ഇനിഷ്യൽ ഇംപ്രഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു കിഡ്ലൻ ഡിവൈസ് തന്നെയാണ് സാംസങ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിവൈസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ഫിഗർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ നമ്മൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഗ്രാൻഡ് ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.